ഹലോ, നല്ല അടിപൊളി മഴ ദിവസമായിരുന്നു കേട്ടോ. ഈ റോട്ടിലൊക്കെ ഫുള്ള് വെള്ളം. അതുകൊണ്ട് ഞാൻ ബോട്ട് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോട്ടിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടിയാണ് റിവ്യൂ ചെയ്യാൻ പോണത്. ഒരു ചെറിയ ഡിഫൻഡറിൻ്റെ മോൺസ്റ്റർ ട്രക്ക് മോഡലാണ്. പക്ഷേ സംഭവം നല്ല ഡീറ്റെയിൽഡാണ്, അടിപൊളി ഡീറ്റെയിൽഡാണ്. 1:64 സ്കെയിൽ പറയണത്. ഇത് കണ്ട സ്പ്രിങ് ഒക്കെ ഉണ്ട്, സ്പ്രിങ് ഉണ്ട്, റബ്ബർ ടയേഴ്സ് ഉണ്ട്. പിന്നെ ഇത്ര വലിയ ടയേഴ്സ് ആണെങ്കിലും പ്രോപ്പറായിട്ട് തിരിയുകയും ചെയ്യും. നല്ല സ്റ്റേബിളുമാണ് ഈ വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഇതിൻ്റെ റിമോട്ട് സാധാ ട്രാൻസ്പെർട്ടിൻ്റെ കോമൺ ആയിട്ട് വരുന്ന റിമോട്ടിന് കേട്ടോ. പക്ഷേ ഇതിൽ 3 സ്പീഡ് മോഡുണ്ട്. ഇത് എന്താ പറയുക, ക്രൂയിസ് മോഡ് എന്ന് പറഞ്ഞൊരു സാധനം. ഇത് നിൽക്കി കഴിഞ്ഞിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോളും. പിന്നെ സാധാ ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ജസ്റ്റ് സ്പീഡ് മോഡ്സ് കാണിച്ചാൽ കേട്ടോ ഇതിൻ്റെ. ഇത് ഫസ്റ്റ് സ്പീഡിലിങ്ങനെ ക്രൂയിസ് ചെയ്ത് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്നും കൂടി സെക്കൻഡ് സ്പീഡ്, ഈ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്പീഡ് വരും. സെക്കൻഡ് സ്പീഡ് കുറച്ചും കൂടി സ്പീഡുണ്ട്, ഭയങ്കര സ്പീഡൊന്നും ഇല്ല കേട്ടോ. മറ്റേ സാധാരണ 1:64 സ്കെയിൽ വരുന്ന വണ്ടികളുടെ ചെറിയ RC കാസിൻ്റെ സ്പീഡൊന്നും ഇല്ല കേട്ടോ ഇതിന്. പക്ഷേ നല്ല ടോർക്കുണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് സ്പീഡ്. തേർഡ് സ്പീഡാണ് വിറ്റ്. തേർഡ് സ്പീഡ് കാണിച്ചിട്ട് കേട്ടോ. ഒന്നും കൂടി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്പീഡിലേക്ക് എത്തി. ഈ വണ്ടി വീലിലേക്ക് അടിക്കും. ഇപ്പോൾ കുറച്ച് നനഞ്ഞിരിക്കുന്ന കാരണം കേട്ടോ, അല്ലെങ്കിൽ പക്കയായിട്ട് വീലിലേക്ക് അടിക്കും. നല്ല ടോർക്കുണ്ട് വണ്ടി. അത്യാവശ്യം നല്ല കയറ്റൊക്കെ കയറി പോയിക്കോളും. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതിൻ്റെ സ്റ്റിയറിങ്ങാണ്. കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് കണ്ട. സാധാരണ ഈ ചെറിയ ടൈപ്പ് RC കാസിൻ്റെ സ്റ്റിയറിങ് ഭയങ്കര വീക്കായിരിക്കും, പ്രത്യേകിച്ച് വലിയ വെയിൽ വെച്ചിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഇത് പക്കയായിട്ട് തിരിയുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ട് ചെയ്താലും കണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താലും വണ്ടി തിരിയും. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിയറിങ് മോട്ടർ അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ. ഇന്നലെ ഞാൻ 2 ദിവസമായി യൂസ് ചെയ്യണത്. ഇത് മേടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇത്രയും വലിയ ടയറും ഒരു സസ്പെൻഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കി കണ്ട ലിങ്ക്സൊക്കെ വെച്ചിട്ട് 2 സ്പ്രിങ് വെച്ചിട്ട്, സ്പ്രിങ്ങിൻ്റെ നടുക്ക് വേറെ സപ്പോർട്ടൊന്നും കേട്ടോ, വെറുതെ 2 സ്പ്രിങ്ങാണ്, 4 സ്പ്രിങ് ഫ്രണ്ടിലും ബാക്കിലായിട്ട്. അപ്പോൾ ഇത് ഒടിയോ എത്ര ലാസ്റ്റ് ചെയ്യുന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തീർന്നു. ഇന്നലെ എടുത്ത കുറച്ച് വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. പിന്നെ ഇതുണ്ട്, ഒരു ഗിയർ ബോക്സൊക്കെ ഉണ്ട്. അപ്പോൾ സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ടോർക്കുണ്ട് വണ്ടിക്ക്. ഇതിൻ്റെ ക്രൂയിസ് മോഡൊന്ന് കാണിച്ചിട്ടോ. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഏതെങ്കിലും ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പൊക്കോളും കണ്ടിന്യൂസ് ആയിട്ട്. അതാണ് ക്രൂയിസ് മോഡ്. ഇപ്പോൾ ഞാൻ തൊട്ടിട്ടില്ല കണ്ടോ, താനേ പോയിക്കൊണ്ടിരിക്കണ്ട. തിരിക്കുകയൊക്കെ ചെയ്യാം അതിനിടയിൽ കൂടെ. സ്പീഡ് വേണമെങ്കിൽ കൂട്ടാൻ പറ്റില്ല. ഇത് പ്രസ് ചെയ്താൽ ഓഫായി പോകും. ഇത് പിന്നെ നൈസാണ്, അത്യാവശ്യം കയറ്റം കയറിക്കൊള്ളാണെങ്കിൽ കാണിച്ചിട്ട്. അയ്യോ, മോൺസ്റ്റർ ട്രക്ക് മോഡലുണ്ട്. മറയാനുള്ള ചാൻസ് കൂടുതല. പതുക്കെ നമുക്ക് സ്ലോ സ്പീഡിൽ കയറ്റിയേക്കാം. ആണോ, സിമ്പിളായിട്ട് കയറിപ്പോയി. ഫ്ലെക്സൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. കാണിച്ചിട്ട് അതിൻ്റെ സസ്പെൻഷൻ്റെ ഫ്ലെക്സ് കാണിച്ചിട്ട്. ഇത് കണ്ട, ഒരു ചെറിയ ക്രോളറൊക്കെ പോലെ ചെറിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല രസമുണ്ട്. ഇതിൽ ആകെ ഈ ഡൗട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രിങ്ങുകൾ കണ്ട, ഈ സസ്പെൻഷൻ്റെ സ്പ്രിങ്ങുകൾ. അപ്പോൾ അതിന് മേലെയും താഴെയും ചെറിയൊരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുറേയൊക്കെ കഴിയുമ്പോൾ ഇത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. അത് ഊരിപ്പോകാനുള്ളൊരു ഡൗട്ടുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണാനില്ല. ഇതുവരെ ഊരിപ്പോയിട്ടില്ല കേട്ടോ. ഞാൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രശ്നം എനിക്ക് അത് മാത്രമേ കാണാനുള്ളൂ. പിന്നെ ഇത് ഒടിയുന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുറേ ജമ്പൊക്കെ എടുത്ത് നോക്കിയിരുന്നില്ല, ഇതുവരെ ഒടിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഡീറ്റെയിലും അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഹോട്ട് വീൽസ് ഒന്നല്ല, ഹോട്ട് വീൽസിനേക്കാളും ഡീറ്റെയിലിംഗ് ഉണ്ട്. എനിക്ക് ഹോട്ട് വീൽസ് സിൽവർ സീരീസിലൊക്കെ വരുന്നതിനേക്കാളും ഡീറ്റെയിലിംഗ് ഉണ്ട്. കണ്ടോ, അടിപൊളി ഡീറ്റെയിൽഡാണ്. പിന്നെ ലൈറ്റ്സ് ആണെങ്കിൽ ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റ്, മേലെ ഈ സാധനം ഉണ്ട് കേട്ടോ. അത് കണ്ടോ, ടോപ്പ് ലൈറ്റ്സൊക്കെ വർക്ക് ചെയ്യും. പിന്നെ ബാക്കിൽ ടെയിൽ ലൈറ്റ്, താഴെ ഒരു പച്ച മൂഡ് ലൈറ്റ്സൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. എനിക്ക് ഈ സാധാരണ ചെറിയ സ്കെയിൽ RC കാസ് വലിയ ക്രേസ് ഉണ്ടാവാറില്ല. കാരണം ഒന്നാമത് ഇത് മര്യാദയ്ക്ക് വളയാറില്ല. ചെറിയ ടൈപ്പ് ടേൺ ചെയ്യൽ തോന്നിയ പോലെയൊക്കെ ആയിരിക്കും. പിന്നെ നേരെ പോകുമ്പോൾ സ്റ്റെബിലിറ്റി ലോസ് ആവും. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല ഇങ്ങനത്തെ ചെറിയ ടൈപ്പിന് സാധാരണ. പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം വലിയ വീലൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ഒരു ലൈൻ പിടിച്ച് സ്ട്രെയിറ്റ് പോയിക്കോളും. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് എല്ലാം തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചെറുതായിട്ട് തിരിയുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇതുപോലെ ഡീറ്റെയിലിങ്ങും, നല്ല അടിപൊളി ഡീറ്റെയിലിങ്ങും. പിന്നെ ഈ സസ്പെൻഷനും സിമ്പിളായിട്ടുള്ള കുറച്ച് ചിന്തിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഈ ഒരു ചെറിയ സ്കെയിലിൽ ഈ സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവർ കുറച്ച് ചിന്തിച്ചിട്ടുണ്ട്. ആംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് താഴെ, ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയപ്പോൾ വണ്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഗിയർ ബോക്സും ഒരു നന്നായിട്ട് റിഡക്ഷനും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട് വണ്ടിക്ക്. വീല് കടിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ അടുത്ത കുറച്ച് ഷോർട്സ് കാണിച്ചു തരാം. പിന്നെ പറയാനാണെങ്കിൽ ബാക്കി വണ്ടികളെ പോലെ തന്നെ അതേ USB-C ചാർജിങ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ പവർ ഓൺ ആവും. അത്രയ്ക്കുള്ളൂ. അതൊക്കെയാണ് ഡീറ്റെയിൽസ്. എൻ്റെ കയ്യിലുള്ള വേറൊരു ചെറിയ സ്കെയിൽ RC കാർ ഇതാട്ടാ. പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീറ്റെയിലിങ്ങും പിന്നെ പെർഫോമൻസും ബെറ്റർ ഈ ഒരു മുതലിൻ്റെ തന്നെയാണ്. ഇത് ജസ്റ്റ് സൈസ് ഡിഫറൻസ് കൂടി ഒന്ന് നോക്കിക്കോ. ഒരു പക്ക മോൺസ്റ്റർ ട്രക്ക് ആട്ടത്. പിന്നെ ഇത് എവിടെ കിട്ടുന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേജിൽ അവൈലബിൾ ആണ്. പിന്നെ ആമസോണിൽ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല. ഇതിൻ്റെ വേറൊരു മോഡൽ ആമസോണിലുണ്ട് ഇതുപോലെ തന്നെ മോൺസ്റ്റർ ട്രക്ക്. പക്ഷേ ഈ ഒരു ഡിഫൻഡർ അല്ല, വേറൊരു മോഡലായിട്ടുള്ളത്. അതിന് ഏകദേശം 1000 തൊട്ട് 1600 ആ ഒരു റേഞ്ച് വരാട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ കുഴപ്പമില്ല. ബാക്കി അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ നോക്കുമ്പോൾ നല്ല ഒരു ചോയ്സാണ്. ഈ സസ്പെൻഷൻ മെയിനായിട്ട് നല്ല ഫണ്ണാണ് ഈ വണ്ടി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് അടിക്കും. പിന്നെ ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.